തെരഞ്ഞെടുപ്പ് വിജയാഘോഷങ്ങൾക്ക് വടകരയിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ സർവകക്ഷി യോഗത്തിൽ ധാരണ. വോട്ടെണ്ണുന്ന ജൂൺ 4-ന് വൈകിട്ട് 7 മണി വരെ മാത്രമേ ആഘോഷങ്ങൾക്ക് അനുമതിയുള്ളൂ. കാഫിർ പ്രയോഗത്തിൽ പ്രതികളെ ഉടൻ പിടികൂടുമെന്നും കണ്ണൂർ റേഞ്ച് ഡിഐജി UDF നേതാക്കൾക്ക് ഉറപ്പു നൽകി. തെരഞ്ഞെടുപ്പിന് ശേഷവും വടകരയിൽ വിവാദങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് പോലീസ് സർവകക്ഷി യോഗം വിളിച്ചത്. ഉത്തരമേഖല IG-യുടെ നിർദ്ദേശപ്രകാരം കണ്ണൂർ റേഞ്ച് DIG-യാണ് യോഗം വിളിച്ചത്. CPIM, UDF, RMP, BJP നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. സമാധാന ശ്രമങ്ങൾക്ക് ഇടതുമുന്നണി ഒപ്പമുണ്ടാകുമെന്ന് CPM. തെരഞ്ഞെടുപ്പ് വിജയാഘോഷങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളോട് സഹകരിക്കുമെന്നും ജില്ലാ സെക്രട്ടറി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് 100% പ്രാവർത്തികമാക്കുന്നതിന് അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടുകൂടി ഞങ്ങൾ രംഗത്തുണ്ടാകും. ഞങ്ങൾ നാടിന്റെ സമാധാനവും സൗഹാർദ്ദവും സമാധാനപരമായ അന്തരീക്ഷവും സഹവർത്തിത്വത്തിനുമാണ് ഞങ്ങൾ പരമമായ പ്രാധാന്യം നൽകുന്നത്. കാഫിർ പ്രയോഗത്തിൽ പ്രതികളെ പിടികൂടാത്തതിൽ UDF നേതാക്കൾ പ്രതിഷേധം അറിയിച്ചു. പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചെങ്കിലും വ്യാഴാഴ്ച നടക്കുന്ന SP ഓഫീസ് ധർണയിൽ മാറ്റമില്ലെന്ന് UDF. തെരഞ്ഞെടുപ്പ് സമയത്ത് വർഗീയത രാജ്യത്തങ്ങോളം ഇങ്ങോളം പ്രചരിപ്പിക്കുകയുണ്ടായി. അത് എവിടെ നിന്നുള്ള ഉറവിടമാണ് കണ്ടെത്തണം എന്ന് ബഹുമാന്യനായ ഉത്തരമേഖല IG-യോട് ഞങ്ങൾ ആവശ്യപ്പെടുകയും അദ്ദേഹം അത് പൂർണ്ണമായി ആളുകളെ കണ്ടിട്ടുണ്ട്. അത് അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് അറിയിക്കുമെന്ന് അദ്ദേഹം ഞാൻ ഉറപ്പ് വരികയുണ്ടായി. ഞങ്ങളേതായാലും സമരം പിൻവലിക്കുന്നില്ല. 30-ാം തീയതി ഞങ്ങളെ സമരമുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയാഘോഷങ്ങൾക്ക് മുന്നോടിയായി വടകരയിലെ ബാനറുകളും പോസ്റ്ററുകളും മാറ്റാനും സർവകക്ഷി യോഗത്തിൽ ധാരണയായി. റിപ്പോർട്ടർ, കോഴിക്കോട്. സിനോജ് തോമസ് നമുക്കൊപ്പം ചേരുന്നു കോഴിക്കോട് നിന്ന്. സിനോജ്, കാഫിർ പ്രയോഗത്തിൽ ഇതിനകം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനൊക്കെ വിലക്ക് നേരത്തെ മുതലേ നിലവിലുള്ളതാണ്. ഇനി വോട്ട് എണ്ണുന്ന ദിവസം വിജയത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഭൂരിപക്ഷം കണക്കാക്കിക്കൊണ്ടുള്ള ആഘോഷത്തിന്റെ ഒരു അതിർവരമ്പ് അതിപ്പോഴിട്ടിരിക്കുന്നത് എത്രത്തോളം പ്രായോഗികമാകും? എന്തൊക്കെ രീതിയിലായിരിക്കാം നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക? സുജയ പാർവതി, അതായത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്ന മണ്ണാണ് വടകരയുടേത്. അതുകൊണ്ടാണ് ഇത്ര വലിയ വിവാദങ്ങൾ ഉണ്ടായത്. ആ വിവാദങ്ങൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല. ഓരോ ദിവസവും വാദപ്രതിവാദങ്ങളായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ജൂൺ 4-ന് തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം അത് സംഘർഷത്തിലേക്ക് നീങ്ങാതിരിക്കാൻ വേണ്ടിയാണ് പോലീസ് ഇടപെട്ട്, ഉത്തരമേഖല IG ഇടപെട്ട് കണ്ണൂർ റേഞ്ച് DIG തന്നെ നേരിട്ട് ഇവിടെ ഒരു യോഗം വിളിച്ചിരിക്കുന്നു. വടകര റൂറൽ SP ഓഫീസിലാണ് യോഗം വിളിച്ചത്. അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും പങ്കെടുക്കുകയും പോലീസ് നൽകിയ നിർദ്ദേശത്തോട് പൂർണ്ണമായി അംഗീകരിക്കുകയും ചെയ്തു. അതായത് വടകരയിൽ തുടരുന്ന സമാധാനം ജൂൺ 4-ന് ശേഷം ഇതേപോലെ തന്നെ തുടരണമെന്ന ആഗ്രഹമാണ് പാർട്ടിയുടെ എല്ലാ നേതാക്കളും പങ്കുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കലാശക്കൊട്ട് ദിവസം കണ്ടതുപോലെ തന്നെ ഒരു കർശന നിയന്ത്രണം ജൂൺ 4-നും, അത് ഏത് പാർട്ടി വിജയിച്ചാലും, LDF വിജയിച്ചാലും, UDF വിജയിച്ചാലും, BJP വിജയിച്ചാലും, അത് ദേശീയതലത്തിൽ വിജയിച്ചാൽ പോലും വടകരയുടെ മണ്ണിൽ സമാധാനപരമായി വിജയാഘോഷം നടത്തണമെന്നൊരു കർശന നിർദ്ദേശമാണ് എല്ലാ പാർട്ടികളും എടുത്തിരിക്കുന്നത്. ആ തീരുമാനം ഓരോ പാർട്ടി ഘടകങ്ങളും കീഴ്ഘടകങ്ങൾക്ക് നൽകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് റിസൾട്ട് വരുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. തീരുമാനങ്ങൾ എല്ലാ അണികളെയും അറിയിച്ചുകൊണ്ട് ആരാണോ വിജയിക്കുന്നത് അവർ മാത്രം വിജയാഘോഷം നടത്തി അന്ന് ജൂൺ 4 വൈകുന്നേരം 7 മണിക്കുള്ളിൽ പരസ്യ ആഘോഷം അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വടകര പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത് കണ്ണൂർ, കോഴിക്കോട് ജില്ലയിൽപ്പെട്ട പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറും വടകര റൂറൽ SP-യും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ACP-മാരും പങ്കെടുത്തിരുന്നു. ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിനകത്തുള്ള ബാനറുകളും പോസ്റ്ററുകളും ജൂൺ 4-ന് മുൻപ് പൂർണ്ണമായി നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം വിജയം ആഘോഷിക്കുന്ന പാർട്ടിക്കാർ ആഘോഷ പ്രകടനം നടത്തുന്ന സമയത്ത് എതിരാളികളുടെ പോസ്റ്റർ കണ്ടാൽ ചിലപ്പോൾ ആവേശം കയറി അത് പറിച്ചു മാറ്റാനുള്ള സാഹചര്യം ഉണ്ടാകും. അത് സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ മൈന്യൂട്ടായുള്ള കാര്യങ്ങൾ പോലും ഈ ചർച്ച ചെയ്തുകൊണ്ട് പരമാവധി സംഘർഷം ഒഴിവാക്കി സംഘർഷമില്ലാത്ത ഒരു വിജയാഘോഷം നടത്താനുള്ള തീരുമാനമാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. ഏതായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഈ സർവകക്ഷി യോഗത്തിൽ പൂർണ്ണമായും പിന്തുണയ്ക്കുകയും പോലീസ് നൽകിയ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. സുജയ. ഓക്കെ, സിനോജ് തോമസ് ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.